നമസ്കാരം. ട്രംപിനെതിരെ വെടി, അമേരിക്ക ഞെട്ടി, പ്രതിക്കൊപ്പം പ്രതിക്കൂട്ടിൽ സീക്രട്ട് സർവീസസ്. ഹോട്ടലിൽ അതിഥിയായി എത്തി മുറിയെടുക്കുന്നു. ബാഗിൽ തോക്കുമായി പതുങ്ങിയിരുന്നു. മെറ്റൽ ഡിറ്റക്ടറില്ല, കാവലില്ല. ബാർ കാൾട്ടുകൾക്കിടയിൽ ആയുധം സെറ്റ് ചെയ്ത് ആ കറസ്പോണ്ടൻസ് ഡിന്നറിൽ വെടിയുതിർത്തത് കാൾസന്റെ മികവ്. ട്രംപിനെതിരായിട്ടുള്ള വെടിവെപ്പ് അമേരിക്കയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുമ്പോൾ പ്രതിക്കൂട്ടിൽ പ്രതി കോൾ അലനൊപ്പം സീക്രട്ട് സർവീസസും എത്തുന്നു എന്നുള്ളതാണ്. ട്രംപിന്റെ മൂക്കിന് താഴെ സുരക്ഷാ കോട്ട തകർത്ത കോൾ അലൻ എത്തുമ്പോൾ ഗുരുതര വീഴ്ചയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് എന്നുള്ളത്. ലോകത്തെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയുടെ സുരക്ഷാ സംവിധാനങ്ങളെ വെല്ലുവിളിച്ച് വാഷിംഗ്ടൺ ഹിൽട്ടണിൽ അരങ്ങേറിയത് നാടകീയമായിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ്. വൈറ്റ് ഹൗസ് കറസ്പോണ്ടൻസ് ഡിന്നറിന്റെ അതിനിടയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തൊട്ടടുത്തെത്താൻ അക്രമിക്ക് കഴിഞ്ഞത് തന്നെ അമേരിക്കൻ സുരക്ഷാ ഏജൻസികളെ ഒന്നടങ്കം പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു വിവരം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഹോട്ടലിലെ സുരക്ഷാ പരിശോധനകളിലെ ഗുരുതരമായിട്ടുള്ള പാളിച്ചകൾ മുതലെടുത്തുകൊണ്ട് തന്നെയാണ് കാലിഫോർണിയ സ്വദേശിയായിട്ടുള്ള കോൾ അലൻ മരണായുധങ്ങളുമായിട്ട് ബാൾ റൂമിന് തൊട്ടടുത്തെത്തിയത് എന്നുള്ളത് ശരി തന്നെയല്ലേ? ഹോട്ടൽ അതിഥിയായി മുറിയെടുത്ത അലൻ പുറത്തെ സുരക്ഷാ വലയങ്ങൾ എളുപ്പത്തിൽ മറികടന്നു എന്നതാണ് ഞെട്ടിക്കുന്ന വസ്തുത. ഹോട്ടൽ കവാടങ്ങളിൽ മെറ്റൽ ഡിറ്റക്ടറുകൾ ഇല്ലാതിരുന്നതും ബാർ കാർട്ടുകൾ സൂക്ഷിച്ചിരുന്ന സുരക്ഷിതമല്ലാത്ത ഇടം ആയുധങ്ങൾ സജ്ജമാക്കാൻ അക്രമി ഉപയോഗിച്ചതും വലിയ സുരക്ഷാ വീഴ്ചയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. മാരകായുധങ്ങളുമായിട്ട് സുരക്ഷാ ചെക്ക് പോസ്റ്റിന് നേരെ ഇയാൾ പാഞ്ഞെടുക്കുമ്പോഴാണ് അധികൃതർ അപകടം തിരിച്ചറിഞ്ഞത് എന്നുള്ളതാണ്. തന്റെ സുരക്ഷാ ആശങ്കകൾ ശരിവെക്കുന്നതാണ് ഈ സംഭവമെന്ന് ട്രംപ് ആവർത്തിക്കുമ്പോൾ സുരക്ഷാ പാളിച്ചകളെ കുറിച്ചുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് US ഏജൻസികൾ. മാധ്യമ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നതിനായിട്ട് സംഘടിപ്പിച്ച വൈറ്റ് ഹൗസ് കറസ്പോണ്ടൻസ് അസോസിയേഷൻ ഡിന്നറിൽ ഇങ്ങനെ ഒരു വെടിപൊട്ടുമ്പോൾ അതൊരു കറുത്ത ശനിയാഴ്ചയായി മാറി. അന്ന് രാത്രിയിൽ 8 മണിക്ക് നടക്കാനിരുന്ന വിരുന്നിന് മുന്നോടിയായിട്ട് ഉച്ചയ്ക്ക് 2 മണി മുതൽ ഹോട്ടലിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം വിലക്കിയിരുന്നു. ഹോട്ടലിലെ അതിഥികൾക്കും ടിക്കറ്റുള്ളവർക്കും ക്ഷണിക്കപ്പെട്ടവർക്കും വൈറ്റ് ഹൗസ് കറസ്പോണ്ടൻസ് അസോസിയേഷന്റെ ഔദ്യോഗിക രേഖകളുള്ളവർക്കും മാത്രമായിരുന്നു അവിടെ പ്രവേശനം. ഹോട്ടൽ കവാടങ്ങളിൽ മെറ്റൽ ഡിറ്റക്ടറുകൾ ഉണ്ടായിരുന്നില്ല എന്നും വിരുന്ന് നടന്ന ബാൾ റൂമിന് തൊട്ടടുത്ത് മാത്രമാണ് കർശന സുരക്ഷാ വലയം ഒരുക്കിയിരുന്നത് എന്നും ഉദ്യോഗസ്ഥർ പറയുകയും ചെയ്യുന്നുണ്ട്. ഹോട്ടലിനുള്ളിലെ സുരക്ഷാ പരിശോധനകൾ ഇല്ലാത്ത ഒരു സ്ഥലം പ്രതി ആക്രമണത്തിലുള്ള തയ്യാറെടുപ്പിനായിട്ട് ഉപയോഗിച്ചു എന്ന് ഒരു വോളണ്ടിയർ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വെളിപ്പെടുത്തുന്നുണ്ട്. ബാർ കാർട്ടുകൾ സൂക്ഷിച്ചിരുന്ന ടെറസ് ലെവലിലെ പ്രവേശന കവാടത്തിനടുത്തുള്ള ഒരു താൽക്കാലിക മുറിയിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത് എന്നും ആ സമയത്ത് അവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നും ഹെലൻ മാബസ് പറഞ്ഞതായിട്ട് ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അയാൾ ആ മുറിക്കുള്ളിലായിരുന്നു. ഒരു ബാഗിൽ നിന്നോ മറ്റോ അയാൾ അത് പുറത്തെടുത്തു. ആയുധം വളരെ നീളമുള്ളതായിരുന്നു എന്നും സാധാരണ തോക്ക് പോലെ ആയിരുന്നില്ല എന്നും അവർ ദൃക്സാക്ഷികളായിട്ടുള്ളവർ പറയപ്പെടുന്നു. അയാൾ ആയുധം കൈകാര്യം ചെയ്യുമ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കാഴ്ചയിൽ നിന്ന് ഭാഗികമായിട്ട് മറഞ്ഞായിരുന്നു നിന്നത് എന്നും തുടർന്നത് കൂട്ടിയോജിപ്പിക്കുകയും ബാൾ റൂമിലേക്ക് പോകുവാനുള്ള പടവുകൾ ആ പടവുകൾക്ക് നേരെ ഓടുകയും ചെയ്തു എന്ന് കാഴ്ചക്കാർ പറയുന്നുണ്ട്. മെട്രോപൊളിറ്റൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ജെഫ് കരോൾ പറഞ്ഞതനുസരിച്ചിട്ട് ഒരു ഷോട്ട് ഗൺ, കൈത്തോക്ക്, ഒന്നിലധികം കത്തികൾ എന്നിവയുമായിട്ടാണ് പ്രതി US സീക്രട്ട് സർവീസ് ചെക്ക് പോസ്റ്റിന് നേരെ പാഞ്ഞെടുത്തത്. സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇയാളെ നിലത്തിട്ട് കീഴടക്കി വിലങ്ങുവെച്ചു. ഇയാൾ ഒറ്റയ്ക്കായിരുന്നു ആക്രമണത്തിനെത്തിയത് എന്ന് കരുതപ്പെടുന്നു. അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ടർ ചെയ്യുന്നതനുസരിച്ചിട്ടാണെങ്കിൽ കാലിഫോർണിയയിലെ ടോറൻസിൽ നിന്നുള്ള 31-കാരനായിട്ടുള്ള കോൾ തോമസ് അലൻ ആണ് ഈ പ്രതി എന്ന് പറയപ്പെടുന്നത്. ഇയാൾക്കെതിരെ മാരകമായിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിക്കഴിഞ്ഞു. പ്രസിഡന്റ് പങ്കെടുക്കുന്ന വാർഷിക വിരുന്നുകളിൽ സാധാരണയായിട്ട് കർശന സുരക്ഷയാണ് ഒരുക്കാറുള്ളത്. ബാൾ റൂമിനുള്ളിൽ പ്രസിഡന്റിന് ചുറ്റും മറ്റൊരു സുരക്ഷാ വലയം കൂടി തീർത്ത് സീക്രട്ട് സർവീസസ് ഒരുക്കുന്നത് ഒരു പതിവായിരുന്നു. പ്രസിഡന്റിനെയും വേദിയിലുള്ള മറ്റുള്ളവരെയും മറ്റു അതിഥികളിൽ നിന്ന് വേർതിരിക്കുന്ന ഒരു ബഫർ സോൺ ഉൾപ്പെടെയായിരുന്നു അങ്ങനെ ചെയ്തിരുന്നത് എന്നുള്ളതാണ്. വേദിക്ക് മുന്നിലും വശങ്ങളിലും ഏജന്റുമാരെ വിന്യസിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ട് എന്നുള്ളതാണ്. കൂടാതെ ഏത് സാഹചര്യത്തെയും നേരിടാൻ തയ്യാറായ അത്യാധുനിക ആയുധങ്ങളുമായിട്ട് കൗണ്ടർ അസോൾട്ട് ടീമുകളും അവിടെ നിലയുറപ്പിച്ചിരുന്നു. ചെക്ക് പോയിന്റിലേക്ക് എത്തുന്നതിന് മുൻപ് സുരക്ഷ കുറഞ്ഞ ഇടങ്ങളിലൂടെ പ്രതിക്ക് നീക്കാൻ കഴിഞ്ഞുവെങ്കിലും തങ്ങളുടെ ബഹുതല സുരക്ഷാ സംവിധാനം കൃത്യമായിട്ട് പ്രവർത്തിച്ചു എന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. എന്നാൽ നിലവിൽ നിയമ തടസ്സങ്ങൾ നേരിടുന്ന അത്യാധുനിക സുരക്ഷാ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള $400 മില്യൺ ബാൾ റൂം വൈറ്റ് ഹൗസ് വളപ്പിൽ തന്നെ നിർമ്മിക്കണമെന്ന തന്റെ ആവശ്യം ശരിവെക്കുന്നതാണ് ഈ സംഭവമെന്ന് ട്രംപ് പ്രതികരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ട്രംപിനെതിരെയുള്ള വധശ്രമം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നീക്കം, ഒരു ആക്രമണം വീണ്ടും പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. ആ പരാജയപ്പെടുകൾ ഉണ്ടാകുമ്പോഴും
ലോകത്തിലെ 1-ാം നമ്പർ രാജ്യത്തിന്റെ ഭരണാധികാരിയായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പ്രതികരണം ശ്രദ്ധേയമാകുന്നത് അത്യാധുനിക സുരക്ഷാ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള $400 മില്യൺ ബാൾ റൂം അത് വൈറ്റ് ഹൗസ് വളപ്പിൽ തന്നെ നിർമ്മിക്കണമെന്ന തന്റെ ആവശ്യം ശരിവെക്കുന്നതാണ് ഈ സംഭവമെന്ന് ഇതാണ് ട്രംപ് പ്രതികരിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് പോലെയാണ് പല അക്രമങ്ങളുടെയും ബാക്കിപത്രം എന്ന് പറയപ്പെടുന്നത്. തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പും നടന്നിട്ടുണ്ട് ഇത്തരത്തിലൊരു അപകടം. ആ അപകടത്തിൽ നിന്ന് ചെവിക്ക് പരിക്കേറ്റ് ഓടിമറയുന്ന ഡൊണാൾഡ് ട്രംപിനെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം വിജയിച്ച് പ്രസിഡന്റായി വരുന്ന ഡൊണാൾഡ് ട്രംപിനെ കാണാൻ കഴിഞ്ഞു. ഇപ്പോൾ ജനങ്ങൾ വെറുത്തു തുടങ്ങുന്ന ഒരു ഡൊണാൾഡ് ട്രംപിനെ നമുക്ക് അവിടെ കാണേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ അപ്പോഴും ചില സംശയങ്ങൾ ഇതിനകത്ത് മാഞ്ഞു നിൽക്കുന്നുണ്ട്. ആരാണ് ഈ കൊലയാളിയെ ഇവിടേക്ക് അയച്ചത്? കോൾ അലൻ എന്ന് പറയപ്പെടുന്ന വ്യക്തി ആരുടെ ബിനാമിയായിരുന്നു? എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയത്? കൊല്ലുന്നതിന് വേണ്ടിയിട്ട് എത്തുന്നതിന് തൊട്ടു മുമ്പ് എന്തൊക്കെ നീക്കങ്ങൾ നടത്തിയിരുന്നു? ഇതിന് പിന്നിലെ യാഥാർത്ഥ്യം എന്താണ്? അത് അമേരിക്ക ഞെട്ടുമോ? ഇവിടെ ട്രംപിനെതിരെ വെടിപൊട്ടിയപ്പോൾ അമേരിക്ക ഞെട്ടിയിട്ടുണ്ട്. പ്രതിക്കൊപ്പം പ്രതിക്കൂട്ടിലാകുന്ന സീക്രട്ട് സർവീസസ് ഉണ്ട്, അവരും അതിനകത്ത് തന്നെയാണ്. അപ്പോഴും സുരക്ഷാ കവചങ്ങൾ ഭേദിച്ചുകൊണ്ട് എങ്ങനെയാണ് അമേരിക്കൻ പ്രസിഡന്റ് മുന്നിലേക്ക് ഓടിയെത്താൻ കോളന് എത്തിച്ചേരാൻ കഴിഞ്ഞത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് എന്നുള്ളതാണ്. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ ഈ ട്രംപ് പറയുന്ന $400 മില്യൺ ബാൾ റൂം വൈറ്റ് ഹൗസ് വളപ്പിൽ തന്നെ നിർമ്മിക്കണമെന്ന ആവശ്യമുണ്ടല്ലോ, അതെന്തിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത് എന്നുകൂടി നമുക്ക് ചിലപ്പോൾ കണ്ടുപിടിക്കാൻ കഴിയും. അപ്പൊ അതിനുള്ളിൽ ഈ ട്രംപിന്റെ കൂടി ഇടപെടലുകൾ ഉണ്ടോ എന്നുള്ള സംശയം കൂടി ഇതിനകത്തുണ്ട്. പക്ഷെ അതല്ല എങ്കിൽ ട്രംപിനോടുള്ള ജനങ്ങളുടെ വിരോധം അത് വല്ലാതെ കൂടുന്നുണ്ട്. അത് ഇത്തരത്തിലുള്ള വധശ്രമങ്ങളിലേക്ക് പോകുന്നു. 2ാം വട്ടവും വധശ്രമത്തിൽ നിന്നും വളരെ കൃത്യമായി വിജയിച്ചിരിക്കുന്നു. ആ വധശ്രമം നടത്തപ്പെട്ട ആൾ പരാജയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കും എത്തിയിരിക്കുന്നു. പക്ഷെ ട്രംപിനെ അനുകൂലിക്കുന്നവർ കുറവാണ് എന്നുള്ളതിന്റെ സൂചനകൾ തന്നെയാണ് വീണ്ടും വീണ്ടും അമേരിക്കയിൽ നിന്ന് വരുന്നത്.